ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിളാണ് ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. അതായത് തന്റെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ കസ്റ്റംസിന് നൽകിയിട്ടുണ്ട്. ആ രേഖകൾ പരിശോധിക്കാനോ അതിന്റെ വാലിഡിറ്റി സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകി അത് കൃത്യമായി തന്നെ പരിശോധിച്ച് വാഹനം തിരിച്ചു നൽകുക അതൊരു സാമാന്യ മര്യാദയാണല്ലോ. മറ്റു പരിശോധനകൾ ആവശ്യമുണ്ടെങ്കിൽ നടപടിക്രമങ്ങളിലേക്ക് പിന്നീട് പോകാം. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു പ്രൈമ ഫേസ് ഇതിനകത്തൊരു വീഴ്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാഥമിക പരിശോധനയ്ക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ബന്ധപ്പെട്ട രേഖകൾ വെച്ച് നോക്കാവുന്നതേ ഉള്ളൂ. തന്റെ കയ്യിൽ നിയമാനുസൃതം ഇമ്പോർട്ട് ചെയ്ത ഒരു വാഹനം അതിന്റെ നിയമപരമായ രേഖകളെല്ലാം കൈവശം വെച്ചിട്ട് പോലും അത് നൽകിയിട്ട് പോലും ഇപ്പോഴും വാഹനം കസ്റ്റഡിയിലാണ്. അത് ആ വാഹനം വിട്ടു കിട്ടണം. അങ്ങനെ ഈ രേഖകളെല്ലാം ഉള്ള നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു വാഹനം തന്നെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ അല്ലെങ്കിൽ തന്റെ കൈവശം ഉണ്ടായിരിക്കെ അതങ്ങനെ ഒരു ഏകപക്ഷീയമായ നടപടിയിലൂടെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ കള്ളക്കടത്തിന്റെ ഒക്കെ ഒരു സംശയ മുനയിൽ നിർത്തി ഈ വാഹനം ഇതാ പിടിച്ചെടുത്തിരിക്കുന്നു. ഇനി അതിപ്പോ വിട്ടുകിട്ടണമെങ്കിൽ ഒരു നീണ്ട പ്രോസസ്സാണ്, ഒരു വലിയ പ്രക്രിയയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ വാഹനത്തിന്റെ മൂല്യം നഷ്ടപ്പെടും. മാത്രമല്ല താൻ അത്രയും കാലം സംശയത്തിന്റെ നിഴലിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വാഹനം വിട്ടുകിട്ടണം. അതോടൊപ്പം തന്നെ ഈ രേഖകൾ പരിശോധിക്കാതെയുള്ള ഏകപക്ഷീയമായ നടപടി അത് റദ്ദാക്കണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കണം. അതാണ് ദുൽഖർ സൽമാന്റെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഒരു പക്ഷേ ഹൈക്കോടതി ആ ഹർജിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഹർജി പരിഗണിച്ചതിന് ശേഷം ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ സിയാദ് റഹ്മാൻ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ആ കേസ് പരിഗണിക്കുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ആ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ആ വിഷയം പരിഗണിച്ചിരിക്കുന്നു. കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ സമയത്തിലെ ഏറ്റവും പ്രധാനമായിട്ട്, അതായത് ദുൽഖർ സൽമാൻ വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ആ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഇത്രയധികം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിയമ പ്രശ്നങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് കസ്റ്റംസ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തു? ഇല്ലെങ്കിൽ അത്തരത്തിലൊരു നോട്ടപ്പുള്ളിയായി ഇല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു കൃത്രിമം കാണിച്ചു രേഖകളിൽ ഇല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി. ആ രീതിയിൽ നിയമപരമായി കസ്റ്റംസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഹൈക്കോടതിയിലേക്ക് ദുൽഖർ എത്തിയിരിക്കുന്നത്. ദുൽഖറിന്റെ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കസ്റ്റംസിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്തഫ വീണ്ടും ചേരുന്നുണ്ട്. മുസ്തഫ, ഇതിൽ കസ്റ്റംസ് വിശദീകരിക്കണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ഇത്രയും രേഖകൾ ഹാജരാക്കിയിട്ടും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മുന്നോട്ട് പോയി കസ്റ്റംസ് എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എപ്പോഴാണ് അതിന് സമയപരിധിയുണ്ടോ? ഇപ്പൊ ചൊവ്വാഴ്ചയാണ് തന്നെ ഈ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ചൊവ്വാഴ്ച ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്, ശനി ഞായർ കോടതി അവധിയാണ്. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ഒരു 3 ദിവസം ഹൈക്കോടതി കസ്റ്റംസിന് സമയം നൽകി. സ്വാഭാവികമായും ഇൻസ്ട്രക്ഷൻ വെക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു 3 ദിവസം ശരാശരി ഇതുമായി ബന്ധപ്പെട്ട കാര്യകാരണങ്ങൾ വിശദീകരിക്കാൻ ഒരു സമയം നൽകാറുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച ഈ ഹർജി ജസ്റ്റിസ് സിയാദ് റഹ്മാൻ വീണ്ടും പരിഗണിക്കും. ഇപ്പോഴെന്തായാലും അത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇൻസ്ട്രക്ഷന് പോകാനുള്ള സാധ്യത നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ മുന്നിൽ ആ കേസ് ഇന്ന് ടുഡേ മൂവിംഗ് മാറ്ററായി എത്തുകയും അദ്ദേഹം ആ വിഷയം പരിഗണിച്ച് ഇന്നിപ്പോൾ അതിനോട് കസ്റ്റംസിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു. ദുൽഖർ സൽമാൻ ഉന്നയിച്ച വാദങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ അവർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, തങ്ങൾ ഇതാ ഇന്ന രേഖകളൊക്കെ പരിശോധിച്ചു, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, അത് വിശദമായി തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കസ്റ്റംസിന്റെ വാദങ്ങൾ അവർക്ക് ഹൈക്കോടതിയെ കൃത്യമായി തന്നെ അറിയിക്കാം. മാത്രമല്ല ഈ വാഹനവുമായി ബന്ധപ്പെട്ട് മറ്റു പരിശോധനകൾ നടത്തേണ്ടതുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയത്തിന്റെ നിഴല് പോലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ഹൈക്കോടതിക്ക് മുമ്പിൽ കസ്റ്റംസിന് വെക്കാം. എന്തായാലും അതെല്ലാം ചൊവ്വാഴ്ച ഇൻസ്ട്രക്ഷൻ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും കസ്റ്റംസ് അതുമായി ബന്ധപ്പെട്ട കസ്റ്റംസിന്റെ അഭിഭാഷകൻ കൃത്യമായി തന്നെ അത് കോടതിയെ അറിയിക്കും. അതിനുശേഷമായിരിക്കും കോടതി ഒരു നടപടിയിലേക്ക് പോവുക. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദുൽഖർ സൽമാൻ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയാൽ ഒരുപക്ഷെ ഹൈക്കോടതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വാദത്തിന് ശേഷം ഒരു ഇന്ററിം ഓർഡർ ഇടാനുള്ള ഒരു സാധ്യത, കാര്യം വിശദമായ പരിശോധന നടക്കേണ്ടതുണ്ട്. അതുവരേക്ക് ഈ വാഹനത്തിന്റെ കസ്റ്റോഡിയൻ ആരായിരിക്കണം? നിലവിൽ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അത് തിരിച്ച് ദുൽഖർ സൽമാന് തന്നെ വാഹനം കൈമാറി മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഏത് നടപടിക്രമങ്ങളിലേക്കാണ് പോകേണ്ടത് എന്നത് സംബന്ധിച്ച് എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാകുമോ ഈ കേസിൽ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. കാരണം രേഖകളെല്ലാം കൃത്യമാണ് എന്ന് ദുൽഖർ പറയുന്നു. കോടതിയിൽ അതിന്റെ ഹർജി നൽകുന്നു. കോടതി അതിപ്പോൾ പരിഗണിക്കുകയാണ്. ദുൽഖറിന്റെ ഹർജിയിൽ കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് കസ്റ്റംസിന്റെ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സംശയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്.